ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള, വിഭജിക്കാനുള്ള ഒരു ഗ്യാരണ്ടി മാത്രമാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് മനസ്സിലാക്കണം എന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്ര ഐതിഹാസികമായിരുന്നു. അതിനേക്കാളേറെ ഐതിഹാസികമായിട്ടാണ് മണിപ്പൂരിൽ ഞങ്ങൾ തീരുമാനിച്ചു, കോൺഗ്രസ് പ്രസിഡന്റും ശ്രീ രാഹുൽ ഗാന്ധിയും തീരുമാനിച്ച രണ്ടാം യാത്ര തുടങ്ങുന്നത് മോഡി 9 മാസമായിട്ടും സന്ദർശിക്കാത്ത മണിപ്പൂരിലെ മുറിവുണക്കാനായിരിക്കണം നമ്മുടെ യാത്ര എന്നുള്ളത് കൊണ്ടാണ് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് ആ യാത്ര ഐതിഹാസികമായി മുന്നോട്ട് പോകുന്നത്. ഇന്നലെ പാർലമെന്റിൽ മെഞ്ഞാന്ന് മോഡി കണക്ക് വെച്ചു 370 സീറ്റുമായിട്ട് ഞാൻ വരാൻ പോവാണെന്ന്. ഏതാണ് കണക്ക് എന്ന് മോഡിയോട് ഒരു കാര്യം പറയാം. ഇതുപോലെ ആയിരുന്നു 2004 ഇന്ത്യ ഷൈനിങ്. 2004 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെയായിരുന്നു പാർലമെന്റിലൊട്ടാകെ, സംസ്ഥാനങ്ങളിലൊട്ടാകെ, എല്ലായിടത്തും വാജ്പേയി വരുന്നു, വീണ്ടും BJP വരുന്നു, രാജ്യമാകെ വരുന്നു, എന്തൊരു പ്രചരണ കോലാഹലങ്ങളായിരുന്നു. അവസാനം 2004 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഫലമുണ്ടായത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതാണ്. എങ്കിൽ ഇതാ 2024 ഞങ്ങൾ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ 10 വർഷക്കാലത്തെ കെട്ടകാലത്തിന്റെ ഭരണം അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ധീരമായ പോരാട്ടവുമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വരും. ഞങ്ങൾ ജയിക്കും. അങ്ങനെ മനപ്പായസം ഒന്നുണ്ട. നിങ്ങളെ കളിയൊക്കെ അറിയാം. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാൻ നിങ്ങൾ ആലോചിക്കണം. ഇവിടുത്തെ രാജ്യത്തെ ഭാരത് ഇലക്ട്രോണിക്സ് ആണ് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത്. അതിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് BJP മെമ്പർമാരെ പെടുത്താൻ എന്തൊരു ആവേശമാണ് മോഡിക്ക്. അതിന്റെ അർത്ഥം ആർക്കും മനസ്സിലാവുന്നില്ല. അതിൽ പാർട്ടിക്കാർ തിരികേറ്റാൻ ഉത്തരവാദിത്വം എന്താണ്? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ്. ആ ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഈ കണക്ക് പറയുന്നത്? ആ പരിപ്പൊന്നും ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല മിസ്റ്റർ മോഡി എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പറയാനായിട്ടുള്ളൂ. അതിനൊക്കെ എതിരായിട്ടുള്ള ജനങ്ങൾ ജാഗ്രതയോടെ കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പിന്നെ സംസ്ഥാനങ്ങളെയൊക്കെ തന്നെ ഭിക്ഷക്കാരെ പോലെയാണ് കാണുന്നത്. കേന്ദ്രത്തിൻ്റെ പണം. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാ, ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരുടെ കാല് നക്കാനൊന്നും ഗുജറാത്ത് മുഖ്യമന്ത്രിയെ കിട്ടൂല. ഇപ്പോൾ അദ്ദേഹം നേരെ തിരിച്ചാ പറയുന്നത്. അപ്പോൾ ജനങ്ങളെ പിഴിയുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം ഇവിടെ കേരളത്തിൽ. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഈ ജാഥയുടെ ഉദ്ദേശങ്ങളിലൊന്ന് കേരളത്തിലെ 5 വർഷക്കാലമായി നടത്തുന്ന ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള പോരാട്ടം. അവരിന്നലെ ഒരു സമരം നടത്തി ഡൽഹിയിൽ. അവരെല്ലായിടത്തും പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യ മുന്നണിയോ കോൺഗ്രസ് രംഗത്ത് വന്നേയില്ല, UDF രംഗത്ത് വന്നിട്ടേ ഇല്ല. അവരുടെ പ്രതിപക്ഷ നേതാവ് സതീശനുണ്ട് ഇവിടെ, നിയമസഭയ്ക്കകത്ത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആളുകളുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദികളായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം, ന്യായമായ എല്ലാ പ്രശ്നങ്ങളിലും ഈ സർക്കാരിൻ്റെ കൂടെ എന്നും ഐക്യജനാധിപത്യം മുന്നിൽ കൊണ്ടിട്ടുണ്ട്. പക്ഷേ ദൂർത്ത് നടത്താനും സ്വന്തക്കാർക്ക് വേണ്ടി ശമ്പളം കൊടുക്കാനും ഈ നാട് കൊള്ളയടിക്കാനുമുള്ള ലൈസൻസ് ഉണ്ടാക്കാനുള്ള ഏത് പരിപാടിക്കും UDF നിങ്ങൾക്ക് സഹകരണം തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കേന്ദ്രത്തിന് വിരുദ്ധ സമരത്തിൽ ഞങ്ങൾ പങ്കെടുത്തില്ല എന്നുണ്ട്. ഞങ്ങളുടെ MP മാരുണ്ട്. ഞാനിപ്പോൾ ഒരു MP മാരെ കുറിച്ചൊക്കെ കുറേ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അവർ. എനിക്ക് അഭിമാനമുണ്ട് പറയാൻ. ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തക എന്ന നിലയിൽ UDFന്റെ MP മാർ, കോൺഗ്രസിൻ്റെ MP മാർ, അവർ ഓരോരുത്തരും ഈ കഴിഞ്ഞ 5 കൊല്ലം നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം, പാർലമെന്റിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കേരളം നാടിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പോരാടിയവരാണ് അവർ. അതിന് ഏതെങ്കിലും സഖാവിന് സംശയം ഉണ്ടെങ്കിൽ ഓപ്പൺ സംവാദത്തിന് ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. പാർലമെന്റിൽ UDF MP മാർ എന്ത് ചെയ്തു, LDF MP മാർ എന്ത് ചെയ്തു എന്നുള്ളതിന്. അതല്ലാതെ ഒന്നും പറയാനില്ലാത്തപ്പോൾ അവരെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമം വേണ്ട. കേന്ദ്രവിരുദ്ധം പോലും ആർക്കെതിരായിട്ടാണ്? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഹേമന്ത് സോറൻ ജയിലിലാണ്. അരവിന്ദ് കേജ്രിവാളിനെ എന്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിമാർക്കെതിരായിരിക്കും എല്ലാവർക്കും അന്വേഷണമാണ്. എന്നാൽ സുഖമായി കടന്നുറങ്ങുന്ന
കേന്ദ്രത്തിലെ പേടിക്കാതെ സുഖമായി കടന്നുറങ്ങുന്ന ഏക NDA ഇതിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സാക്ഷാൽ പിണറായി വിജയനാണ് എന്നുള്ള കാര്യം ആർക്കാണ് അറിയാത്തത്? അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല, അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല. അത് എന്തുകൊണ്ടാണ്? വലിയ പ്രചരണം നടത്തും, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഭീഷണിപ്പെടുത്താൻ പോകുന്നു, പിടിക്കാൻ പോകുന്നു, വലിക്കാൻ പോകുന്നു, പക്ഷെ ഒന്നും സംഭവിക്കാൻ പോണില്ല.